ഇൻട്രസ്റ്റിംഗ് വാർത്തയാണ്. മണിപ്പൂർ ശാന്തമായോ? ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് അമേരിക്കയിൽ പ്രസിഡന്റിനെ കാണുന്നതിന് മുമ്പ് ഈ ബിരൻ സിംഗിനെ മാറ്റണമെന്ന് പറഞ്ഞു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ബിരൻ സിംഗിനെ മാറ്റി ഗവർണർ ഭരണം കൊണ്ടുവന്നൊരു സുപ്രഭാതത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബിരൻ സിംഗിനെ വിളിച്ചു വരുത്തുന്നു, കൈയോടെ രാജി എഴുതി വാങ്ങുന്നു. പിന്നെ ഗവർണർ ഭരണത്തിൽ വന്നു. അന്ന് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബിരൻ സിംഗ് ആണ് ഈ സംഭവം കൂടുതൽ കത്തിക്കാൻ കാരണമായത്, ഈ ഇഷ്യൂ. കാരണം അയാൾക്ക് അവിടെ മുഖ്യമന്ത്രിയായിട്ട് തുടരാൻ വേണ്ടി ഒരു കാരണവശാലും ഈ രണ്ട് കൂട്ടർ, അതായത് കുക്കികളായിട്ടും മറ്റേ അവിടെ ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ളവരുമായിട്ടും അടുപ്പിക്കാൻ ഇയാൾ സമ്മതിക്കുന്നതിന് ഒരു കാരണവശാലും. അപ്പം ഈ ബിരൻ സിംഗുമായിട്ട് ബന്ധപ്പെട്ട അവരുമായിട്ട് ചേർന്ന് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ഒരു കാരണവശാലും നെഗോസിയേഷൻ്റെ അകത്ത് വേണ്ടാത്ത ഡിമാൻഡുകളെല്ലാം ഇവരെ കൊണ്ട് ഉന്നയിപ്പിച്ചു. നിങ്ങൾക്കറിയാം, ആ സമയത്തൊക്കെ മണിപ്പൂർ കത്തുകയാണ്. ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ? അതിൻ്റെ ഭാഗമായിട്ട് ഇയാളെ മാറ്റുകയാണ്. ഉറപ്പായിട്ട് അമേരിക്കൻ പ്രഷർ തന്നെയാണ്. പിന്നീട് നോക്കുക, അതിനുശേഷം ഒരു ഫയറിങ് പോലും നടന്നിട്ടില്ല. പിന്നീട് നിങ്ങൾ കാണാൻ സാധിച്ചു, അതായത് ചെക്ക് പോസ്റ്റുകൾ മുഴുവനും മാറ്റി. കാരണം രണ്ടിങ്ങനെ ബോർഡറായിട്ട് ഇന്ത്യൻ പട്ടാളം ഇങ്ങനെ നിൽക്കുവാണ്, രണ്ട് കൂട്ടരെ അടുക്കാതിരിക്കാൻ. അവിടെ പോലീസ് പട്ടാളത്തിൻ്റെ പെട്രോളിങ്, അതിനെതിരെ ഫയർ ചെയ്യുക, അതിനെതിരെ ബോംബ് എറിയുക, ഗ്രനേഡ് എറിയുക. ഇന്ത്യൻ പട്ടാള ക്യാമ്പിൽ നിന്നും മണിപ്പൂർ പോലീസിൻ്റെ ആംഡ് ഫോഴ്സ് അവിടെ നിന്നൊക്കെ സാധനങ്ങൾ, അതായത് വെപ്പൺസ് അടിച്ചുകൊണ്ട് പോവുക, കത്തിക്കുക. അത് പൂർണ്ണമായിട്ട് നിലച്ചു. ഇപ്പോൾ ഉണ്ടാകുന്ന സംഭവം, ഈ രണ്ട് കൂട്ടരും പോയി അവരെടുത്തുകൊണ്ട് പോയ വെപ്പൺസ് ഗവൺമെൻറ്റിന് തിരിച്ചു കൊടുത്തു. ഇതാണ് ഉണ്ടായത്. അത് ചിലപ്പോൾ ഇവിടുത്തെ സുഡാപ്പികൾക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം, മണിപ്പൂരിൻ്റെ സംഭവം ഓരോ പ്രാവശ്യം റയറ്റൊക്കെ നടന്നു കഴിഞ്ഞാൽ 5-6 വർഷമാണ് റയറ്റ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഗവർണർ എന്ന് പറഞ്ഞ അയാളെ നമ്മൾ സമ്മതിച്ചു കൊടുക്കുക. അദ്ദേഹം മുന്നോട്ടിറങ്ങി രണ്ട് കൂട്ടരുമായിട്ട് നേരിട്ട് സംസാരിച്ചു, അവരുടെ പ്രശ്നങ്ങൾ മുഴുവനും കേട്ടു. അതിനകത്ത് ഒരു സൊല്യൂഷൻ, രണ്ട് കൂട്ടരും ഇരുന്ന് സൊല്യൂഷൻ ഉണ്ടാക്കി. ഇനി അവർ പ്രശ്നത്തിന് പോകുന്നില്ല. അവിടെ മണിപ്പൂർ രജിസ്ട്രേഷൻ വണ്ടികൾ മറ്റേ ഭാഗത്തോട്ട് കയറ്റാൻ ഈ ഇംഫാലിലുള്ളവർ സമ്മതിക്കില്ലായിരുന്നു. അത് മാറി മണിപ്പൂർ രജിസ്ട്രേഷനുള്ള വണ്ടികൾ അങ്ങോട്ട് പോകാൻ തുടങ്ങി. ജനങ്ങൾ സമാധാനത്തിലോട്ട് തിരിച്ചു വരികയാണ് ഗ്രാജുവലി. ഇപ്പോൾ അവിടെ പെട്രോളിംഗ് ഒക്കെ നടത്തുന്ന പട്ടാളക്കാർക്കും പോലീസുകാർക്ക് രണ്ട് കൂട്ടരും ആഹാരം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു. കാരണം ഇവരുമായിട്ട് ഭയങ്കര ശത്രുതയിലായി. ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്, ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞു നടന്നത്. ഇതിന് പിറകിൽ ഈ പല ആൾക്കാരും കയറി കളിച്ചു, തെറ്റായ പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞു. ഇതിനെ വിദേശ ശക്തികൾ, പല ആൾക്കാരും ഈ രണ്ട് കൂട്ടർക്കും പല രീതിയിൽ വെപ്പൺസ് ഒക്കെ കൊടുത്ത് സഹായിച്ച് ഇതിനെ കത്തിക്കാൻ ശ്രമിച്ചു. മനസ്സിലാക്കണം, ഇത് ഒരു ഇൻ്റർനാഷണൽ ബോർഡറിൻ്റെ ഭാഗം തന്നെയാണ്. ഇത് കൈവിട്ടു പോകുമെന്നൊരു സ്ഥിതി തന്നെ ഞാനും തന്നെ ആലോചിച്ചിട്ടുണ്ട്. കാരണം ഇത് എവിടെ പോയി നിൽക്കും? ഈ പറയുന്ന കുക്കികളുടെ അകത്ത് വളരെയധികം പേര് ഇന്ത്യൻ ആംഡ് ഫോഴ്സിലുണ്ട്. അപ്പം ഇന്ത്യൻ പട്ടാളക്കാരോട് അവരെ വെടിവെക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ ഒരു നല്ല സൊല്യൂഷൻ കൊണ്ടുവരണം. നേരത്തെ കോൺഗ്രസ് ഭരിച്ചപ്പോൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ എയർഫോഴ്സിനെ കൊണ്ട് ബോംബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാഞ്ഞ്. ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ലഹള നടന്നു, കലാപം നടന്നു, ഒത്തിരി പേര് കൊല്ലപ്പെട്ടു. പക്ഷേ ഇന്നൊരു കാം സൊല്യൂഷൻ അവിടെ ഉണ്ടാകുകയാണ്. ഇപ്പം രണ്ട് കൂട്ടരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് അവരുടെ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്ത് ഒരു സ്പർദ്ധ ഉണ്ടാകാതെ മുന്നോട്ട് പോകണം. അതായത് രണ്ടായിട്ട് ഡിവിഷൻ്റെ ഇപ്പോൾ താല്പര്യം ആർക്കുമില്ല. ഇപ്പം എല്ലാവർക്കും സമാധാനം വന്നു. പല ആൾക്കാരും തിരിച്ചു പോകാൻ തുടങ്ങി. ഇപ്പോൾ ഡൽഹിയിലൊക്കെ ഓരോ കുക്കികളിലൊക്കെ പല ക്യാമ്പുകളുണ്ട്. അവിടുന്ന് കുട്ടികളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ തിരിച്ചു പോയി. മറ്റേ കൂട്ടർ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. അതായത് ഞാനീ പറയുന്നത് വലിയ സമാധാനത്തിൻ്റെ അല്ല, പഴയതിൽ നിന്ന് ഒത്തിരി അങ്ങ് മാറി. അതായത് ജനങ്ങൾക്ക് മനസ്സിലായി അവർക്ക് സമാധാനം വേണം. അവരെ വഴിതെറ്റിക്കാൻ വേണ്ടി അവിടെയുള്ള രാഷ്ട്രീയക്കാരും
അത് ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി ചില ഘടകങ്ങളും പ്രവർത്തിച്ചു. അൾട്ടിമേറ്റ് അവിടെ സാധാരണക്കാരൻ്റെ ജനജീവിതം തകർന്നു പോയി. അവൻ്റെ സ്കൂളുകൾ തുറക്കുന്നില്ല, കോളേജ് തുറക്കുന്നില്ല, വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കുന്നില്ല, ഇന്ന ഭാഗത്തു നിന്നേ മേടിച്ചു. അതൊക്കെ മാറി. ഇപ്പോൾ കടകളെല്ലാം ഓപ്പൺ ചെയ്തു. കുക്കികൾ പോയി അവരുടെ കടയിൽ നിന്ന് സാധനം മേടിക്കും, അവർ പോയി ഇവരുടെ കടയിൽ നിന്ന് സാധനം മേടിക്കുന്നു. അതായത് നോർമൽസി എന്ന് പറയുന്ന സംഭവം മണിപ്പൂരിലോട്ട് കൊണ്ടുവന്നു. ഇവിടെയാണ് വിജയം. ഇതായത് ഒരു കാരണത്തിൽ ഈ ഒരു വിഷയത്തിൽ ഞാൻ ട്രംപിനെ അഭിനന്ദിക്കുന്നു. കാരണം ട്രംപ് ഇൻ്റർവെൻഷനായിരുന്നു ഈ ബിരൻ സിംഗിനെ മാറ്റി. ഒരു വൃത്തികെട്ട കാവാലികനാണ്, പഴയ കോൺഗ്രസ് നേതാവാണ്. ഇയാൾക്കൊരു നാഷണൽ ഇൻട്രസ്റ്റും ആ ജനങ്ങളുടെ ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു വൃത്തികെട്ട രീതിയിൽ അതിനെ കൊണ്ടുപോയി പൊസിഷൻ മാത്രം വേണം, അതിനുവേണ്ടി ഏത് വൃത്തികേടും കാണിച്ചു. അതിനാണ് ഒരു വിരാമം വന്നത്. അതായത് ഒരു ഗവർണർ അവിടെ വന്നു. ആ ഗവർണർ നല്ല രീതിയിൽ ആദ്യം ആൾ ചെയ്തത് ഈ ബിരൻ സിംഗിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ മുഴുവനും എടുത്ത് കളഞ്ഞു. ഒരു സെറ്റ് ഓഫ് ഉദ്യോഗസ്ഥരെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുപോയി, മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് കൊണ്ടുപോയി. ഈ പറയുന്ന പഴയ ഉദ്യോഗസ്ഥന്മാരെ അങ്ങ് ഒതുക്കി ദൂരെ കളഞ്ഞു. പലരിടത്തും ജയിലിലും കേട്ടു. ഇതൊന്നും പത്രങ്ങൾ ചെറുതായിട്ടൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ബയസ്ഡ് ആയിട്ടുള്ള പല പോലീസ് ഓഫീസേഴ്സ് അവരെയും മുഴുവൻ അങ്ങ് ഒതുക്കി. എന്നിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ആ സ്റ്റേറ്റിനും നേഷനും വേണ്ടിയുള്ള ഓഫീസേഴ്സിനെ മുമ്പിൽ കൊണ്ടുവന്നു. അതോടുകൂടി നോർമൽസിയുടെ സ്വഭാവം മണിപ്പൂർ താഴ്വരയിലും സിറ്റിയിലും ഒക്കെ കാണാൻ തുടങ്ങി. ഇതൊരു സംഭവം തന്നെയാണ്. കാരണം ഇത്രയും നാളും അവർ നോർമൽസിയിലോട്ട് പോകുന്നു. ബസ്സുകൾ, അതായത് റൂട്ട് ബസ്സുകൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു, അവിടുന്ന് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. രജിസ്ട്രേഷനുള്ള വണ്ടികൾ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു. അതും മാറി. കാരണം നേരത്തെ ആസാം രജിസ്ട്രേഷൻ വണ്ടികളിലാണ് അങ്ങോട്ടുള്ള ആഹാരം പോയിക്കൊണ്ടിരുന്നത്, കാരണം സാധനങ്ങൾ. കാരണം ഇവരങ്ങോട്ട് കയറ്റിവിടത്തില്ല. അത് മാറി. ജനങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് വരുന്നു. സ്കൂളുകൾ തുറക്കാൻ തുടങ്ങി, വിദ്യാഭ്യാസ സ്ഥാപനം കോളേജുകളും മറ്റും തുറക്കാൻ തുടങ്ങി. അവിടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്, റിപ്പോർട്ട് വരുന്നത്, ഒരു പ്രശ്നമില്ല, നോർമൽസിയിലോട്ട്, ശരിക്കുള്ള നോർമൽസിയിലോട്ട്, അതായത് മണിപ്പൂർ പൂർണ്ണമായിട്ട് മാറും എന്നുള്ളത് തന്നെയാണ് എൻ്റെയും പ്രതീക്ഷ. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ യൂട്യൂബ്, ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാം. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.